ഹായ് ടാറ്റു ലവേഴ്സ്. നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട് ടാറ്റു ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അവരെല്ലാവരും ആർട്ട് നല്ല ഐഡിയ ഉള്ള ആളുകളാണ്, ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവരെ മുന്നത്തെ വർക്കൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞു. ആ വർക്കൊക്കെ കണ്ടിട്ടാണ് ഞാൻ അവരെ സ്റ്റുഡൻ്റ് ആക്കി എടുത്തത്. നമ്മളെ പ്രാക്ടീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഇല്ല, അതേപോലെ ഒരു കറക്റ്റ് ടൈമിംഗ് ഇല്ല, ഒന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്ന് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ബേസിക് ആയിട്ടുള്ള നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് വെച്ച് പ്രാക്ടീസ് ചെയ്ത ആളുകളെ വർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അവരെ ഇമ്പ്രൂവ്മെൻറ്റും കാണിച്ചു തരാം. ഇതൊരു ആർട്ടിസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് വർക്കാട്ടോ. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലൈന് കാര്യങ്ങളൊക്കെ ഒരു ലെവല്. ഞാനിത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ ടാറ്റു ആർട്ടിസ്റ്റ് ആവണമെന്ന് വിചാരിച്ചിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ട്. കുറേ ആർട്ടിസ്റ്റുകളെ ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടിട്ട് നിങ്ങൾ മണി മാത്രമാണ് തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്ക് ഫാഷൻ അതേപോലെ അത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ വന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ടാറ്റു പഠിച്ച് ഭയങ്കര റിച്ച് ആവാന്നൊന്നും വിചാരിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ എടുത്ത് ചാടുകയാണെന്നുണ്ടെങ്കിൽ അത് സീനായിരിക്കും. കാരണം ഇത് ഫുള്ള് സ്കിൻ പാഡിൽ പ്രാക്ടീസ് ചെയ്താലും റിയൽ സ്കിന്നിൽ കുറേ പ്രാക്ടീസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പ്രോ ആർട്ടിസ്റ്റ് ആവുള്ളൂ. അതൊരു പ്രോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ റിസ്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇതൊരു സെക്കൻഡ് ജോബൊക്കെ ആക്കുകയായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ബെറ്റർ.